മുത്തശ്ശനും കുട്ടിയോളും. അല്ലയോ കൂട്ടുകാരെ, നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ ശക്തി. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വായനാ വാരത്തോടനുബന്ധിച്ചിട്ടുള്ള വായനാ ദിന ക്വിസാണ് ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്നാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ജൂൺ 19. ആരുടെ ഓർമ്മയ്ക്കാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? P.N. പണിക്കർ. ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 1996. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? P.N. പണിക്കർ. P.N. പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. P.N. പണിക്കർ ജനിച്ചത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണ്? ജൂൺ 19 മുതൽ ജൂൺ 25 വരെ. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരൂർ, തുഞ്ചൻ പറമ്പ്. P.N. പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? 2004 ജൂൺ 19. P.N. പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏത്? ക്രുപ്സ്കായ അവാർഡ്. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏത്? സാഹിത്യലോകം. അൽ അമീൻ എന്ന പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഏത്? ഗ്രീക്ക് സാഹിത്യം. കേരളത്തിന്റെ ഭരണഭാഷ ഏത്? മലയാളം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. ആരുടെ വരികൾ? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. നീർമാതളം പൂത്തകാലം എന്ന കൃതി എഴുതിയത് ആര്? മാധവിക്കുട്ടി. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന വരികൾ രചിച്ചതാര്? ചെമ്മനം ചാക്കോ. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ്? ഉണ്ണുനീലി സന്ദേശം. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാൻ ഞാൻ. ആരുടെ വരികൾ? കുഞ്ഞുണ്ണി മാഷ്. ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയതാര്? വെള്ളത്താൾ നാരായണ മേനോൻ.